നമസ്കാരം. മലമ്പുഴ ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, കാർപ്പൻറ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക്ക് ബേസിക് ഷീറ്റ് മെറ്റൽ വർക്ക്സ് പാർട്ട് 2. അടുത്ത് സ്ട്രൈക്കിംഗ് ടൂൾസാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാമേഴ്സാണ് ആദ്യം. ഹാമേഴ്സ് ഈസ് റിക്വയർഡ് ടു impart different shape to metal sheet and it is done with the help of a hammer. Hammers are made of cast steel. ഇതൊരു കാസ്റ്റ് സ്റ്റീലാണ്. ഇമ്പാർട്ട് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് മെറ്റലിൽ മെയിനായിട്ട് ഈ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ തരം ഹാമേഴ്സ് ആണെന്ന് നോക്കാം. ബോൾ പിൻ ഹാമേഴ്സ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് മെറ്റൽ ഇൻ ഓൾ 4 ഡയറക്ഷൻ. ഇപ്പോൾ ഷീറ്റൊക്കെ അടിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് പരത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോൾ പിൻ ഹാമർ ഉപയോഗിക്കുന്നു. എ പാർട്ട് ഫ്രം ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് ദി ഹെഡ് ഓഫ് എ റിവിറ്റ്. ഇതിൻ്റെ ഹെഡ് ഭാഗം ഉപയോഗിച്ച്, ബോളായിട്ടുള്ള ഭാഗം ഉപയോഗിച്ച് ഇത് നമുക്ക് റിവിറ്റ് ചെയ്യാൻ. ഹാമറിങ് എ പഞ്ച് ഓർ എ ചിസിൽ ആൻഡ് ഫോർ ലെവലിംഗ് ഓഫ് ഷീറ്റ് ജോയിൻറ്റ്. ഷീറ്റ് ജോയിൻറ്റുകളിൽ അടിച്ച് അത് ലെവൽ ചെയ്യുന്നതിനും അതേപോലെ റിവിറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഞ്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബോൾ പിൻ ഹാമർ ഷീറ്റ് മെറ്റൽ ഷോപ്പിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്രോസ് പിൻ ഹാമർ. ദിസ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് മെറ്റൽ ഷീറ്റ്. അടിച്ച് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രോസ് പിൻ ഹാമർ യൂസ് ചെയ്യുന്നത്. പിൻ ഈസ് ദി പിൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഹാമർ ഈസ് മെയ്ഡ് ക്രോസ് വിത്ത് ദി ഹാൻഡിൽ. ഇതിൻ്റെ പിൻ അങ്ങ് നോക്കുക, അത് ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ ക്രോസ് പിൻ ഹാമർ എന്ന് പറയുന്നത്. ഇതും ഷീറ്റ് മെറ്റൽ ഷീറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്ട്രൈറ്റ് പിൻ ഹാമർ. ദിസ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് മെറ്റൽ ഷീറ്റ് അറ്റ് എ റൈറ്റ് ആംഗിൾ ടു ദി ലൈൻ along which striking has to be performed. The pin of the hammer is in straight line with the handle of the hammer. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പീൻ, മുകൾ ഭാഗത്തെ പീൻ ഹാൻഡിലിന് പാരലായിട്ടാണ് നിൽക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെയിറ്റ് പിൻ ഹാമർ പറയുന്നത് എന്ന പേര് വിളിക്കാൻ കാരണം. ഇതിനെ സ്പ്രെഡ് ചെയ്യുന്ന നേരത്തെ പോലെ തന്നെ ഷീറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി, റൈറ്റ് ആംഗിളിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലൈനെല്ലാം മാർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്ട്രൈക്കിംഗ് ഹാസ് ടു ബി പെർഫോംഡ്. സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള വർക്കുകൾക്കും ആംഗിളുകളൊക്കെ ഫോം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും നമ്മളിത് ഈ സ്ട്രൈറ്റ് പിൻ ഹാമറിൻ്റെ സഹായം തേടാറുണ്ട്. അടുത്ത സ്മൂത്തിങ് ഹാമർ. ദീസ് ഹാമേഴ്സ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ഓർ വുഡ്. ഇത് സ്മൂത്തിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഹാമർ യൂസ് ചെയ്യുന്നത്. ഷീറ്റ് മെറ്റൽ സ്മൂത്തിങ്ങിന് വേണ്ടിയിട്ട്. സ്മൂത്ത് ഹാമേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്രസ്സിങ് ജോയിൻറ്റ് പ്രോപ്പർലി. ഒരു ജോയിൻ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്മൂത്തിങ് ഹാമർ യൂസ് ചെയ്യുന്നത്. കാസ്റ്റ് സ്റ്റീലോ അല്ലെങ്കിൽ വുഡിൻ്റെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സ്മൂത്തിങ്ങിന് വേണ്ടിയിട്ടാണ് സ്മൂത്ത് ഹാമർ യൂസ് ചെയ്യുന്നത്. ക്രീസിങ് ഹാമർ. ദിസ് ഹാമർ ഈസ് യൂസ്ഡ് ടു സപ്രസ് ദി ജോയിൻറ്റ് ഷീറ്റ് ടു ദി ലോവസ്റ്റ് പോയിൻ്റ്. ഇത് ഷീറ്റിനെ ഏറ്റവും കുറഞ്ഞ പോയിന്റിലേക്ക് പരത്താൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്ട്രാച്ചിങ് ഹാമർ. ദിസ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി ലെങ്ത് ഓഫ് മെറ്റൽ. മെറ്റലിനെ എത്രത്തോളം ഇൻക്രീസ് ചെയ്ത് അടിച്ച് നീട്ടാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രാച്ചിങ് ഹാമർ യൂസ് ചെയ്യുന്നത്. റിവിറ്റിംഗ് ഹാമർ. ദിസ് ഹാമർ ഈസ് യൂസ്ഡ് while doing riveting on a metal sheet for spreading head of a rivet. റിവിറ്റ് അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ റിവിറ്റ് അടിക്കുന്നതിന് വേണ്ടി അടിച്ചതിന് ശേഷം സ്പ്രെഡിങ് ദി ഹെഡ്, അതിൻ്റെ ഹെഡ് ഭാഗം അടിച്ച് പരത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റിവിറ്റിംഗ് ഹാമർ യൂസ് ചെയ്യുന്നത്. അടിച്ച് ആ ഭാഗമെല്ലാം ഫിറ്റാക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിവിറ്റിംഗ് ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത മാലറ്റാണ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഷാഫ്റ്റ് ഹാമേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് തിൻ ഷീറ്റ്. തിന്നായിട്ടുള്ള ഷീറ്റുകളെല്ലാം അടിച്ച് പരത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്
ഈ മാലറ്റ് യൂസ് ചെയ്യുന്നത്. ദീസ് ഹാമേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ്, ഹാർഡ് റബ്ബർ, കോപ്പർ, ബ്രാസ്, ലെഡ് ആൻഡ് നിയോൺ എക്സെട്ര. ഇത് പല രീതിയിലുള്ള മരം കൊണ്ടോ അല്ലെങ്കിൽ റബ്ബർ, കോപ്പർ, ബ്രാസ് എന്നീ തുടങ്ങിയ ഐറ്റങ്ങൾ ഉപയോഗിച്ചിട്ടല്ല പിന്നെ ഈ ഹാമേഴ്സ് ഉപയോഗിക്കുന്നത്. ബട്ട് വുഡൻ ഹാമേഴ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഹാമേഴ്സ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. ഈ വർക്ക് ഷീറ്റ് മെറ്റൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വുഡിൻ്റെ തന്നെയാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള ഹാമേഴ്സും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹാർഡ് വുഡ് ആവാം, അല്ലെങ്കിൽ റബ്ബർ ആവാം, കോപ്പർ, ബ്രാസ് തുടങ്ങിയ ഐറ്റങ്ങളൊക്കെ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡൻ മാലറ്റാണ്. ബ്ലോസിംഗ് മാലറ്റാണ് അടുത്തത്. ദിസ് മാലറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് ഹോളോ ഷീറ്റ് ഫ്രം ഇൻസൈഡ്. ഇത് കനം കുറഞ്ഞ ഷീറ്റുകൾ, ഏറ്റവും കനം കുറഞ്ഞ അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള ഷീറ്റുകൾ, തിക്നെസ് കുറഞ്ഞ ഷീറ്റുകളെല്ലാം ഇൻസൈഡ് അല്ലെങ്കിൽ അടിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ്, ഈ ഹോളായിട്ടുള്ള ഷീറ്റുകൾ സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോസിംഗ് മാലറ്റ് ഉപയോഗിക്കുന്നത്. വളരെ കനം കുറഞ്ഞിട്ടുള്ള ഷീറ്റുകളിലൊക്കെ അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള ഷീറ്റുകളിലൊക്കെ എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ബ്ലോസിംഗ് മാലറ്റാണ്. ഇത് എൻഡ് ഫേക്ക്ഡ് മാലറ്റ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രാച്ചിങ് ദി മെറ്റൽ ആൻഡ് ഇൻക്രീസ് ദി ലെങ്ത്ത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഷീറ്റിനെ അല്ലെങ്കിൽ മെറ്റലിനെ അടിച്ച് പരത്തി അല്ലെങ്കിൽ മുഴുവനായിട്ടും അടിച്ച് പരത്താൻ അല്ലെങ്കിൽ ലെങ്ത്ത് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എൻഡ് ഫേക്ക്ഡ് മാലറ്റ് യൂസ് ചെയ്യുന്നത്. ബെൻഡിങ് ടൂൾ. അതിലാദ്യം സ്റ്റേക്കാണ്. ദി ആൻവിൽ ഓഫ് ഷീറ്റ് മെറ്റൽ ഈസ് കാൾഡ് സ്റ്റേക്ക്. ആൻവിലിനെ ഷീറ്റ് മെറ്റൽ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് എന്ന് വിളിക്കുന്നത്. ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ഓവർ stake for bending, steaming or forming with the help of hammer or mallet. ഇത് ബെൻഡിങ്ങിനും സീമിങ് ഓർ ഫോമിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. ഹെൽപ്പ് ഓഫ് ഹാമർ അല്ലെങ്കിൽ മാലറ്റ് ഉപയോഗിച്ചിട്ട് ഈ സ്റ്റേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സപ്പോർട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾ. ഇതൊരു പ്രത്യേകതരം സപ്പോർട്ടിംഗ് ടൂൾസാണ്, അതുപോലെ തന്നെ ഫോമിംഗ് ടൂൾസും കൂടിയാണ്. സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പല ഫോമിലേക്കും ഷീറ്റിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളും കൂടിയാണ്. സ്റ്റേക്സ് ഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് ഹോൺ. ഈ സ്റ്റേക്സിൻ്റെ ഹെഡ് ഭാഗത്തിനെ ഹോൺ എന്നാണ് പറയുന്നത്. ഷാങ്ക് ഓർ ബോഡി ആൻഡ് ഹീൽ. ദി ഷാങ്ക് ആർ ഡിസൈൻഡ് to fit into a tapered bench socket. ഇതിൻ്റെ ഷാങ്ക് എന്ന് പറയുന്ന അടിവശമാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ ടേബിളിൽ ഫിക്സ് ചെയ്യുന്നതിനൊരു സോക്കറ്റ് കൂടി ഉണ്ടാവും. അത് ടേബിളിൻ്റെ മുകളിൽ സ്ട്രോങ് ആക്കി അത് ഫിറ്റ് ആക്കിയിട്ടാണ് ടൈറ്റ് ചെയ്തിട്ടാണ് നിർത്തുന്നത്. സ്റ്റേക്ക് കാസ്റ്റ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. സ്റ്റേക്ക് കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ഉപയോഗിച്ച് മെയ്ഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. കുറേ സ്റ്റേക്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. റൗണ്ട് ബോട്ടം സ്റ്റേക്ക്. പേരിൽ തന്നെ കിടക്കുന്നത് റൗണ്ടാണ്. അതിൻ്റെ ബോട്ടം ഭാഗം റൗണ്ടാണ് ഈ സ്റ്റേക്കിൻ്റെ. ദി ഹെഡ് ഓഫ് ദി സ്റ്റേക്ക് ഈസ് ടാപ്പർ സിലിണ്ടർ. ഇതിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു ടാപ്പറായിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. ഫ്ലാറ്റായിട്ട് ദ ഫേസ് ഓർ ഹെഡ്, ഈ ഭാഗം ഏറ്റവും ടോപ്പിൽ കാണുന്ന ഭാഗമാണ് അതിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഹോൺ അല്ലെങ്കിൽ ഹെഡ് എന്നൊക്കെ പറയുന്നത്. ഈ ഭാഗം ഫ്ലാറ്റാണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുമാണിത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബെൻഡ് ഷീറ്റ് ഇൻ ടു എ സർക്കുലർ വേ. ഇത് ഷീറ്റ് എല്ലാം നമുക്ക് ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൗണ്ടായിട്ടുള്ള സർക്കിളായിട്ടുള്ള രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് ബോട്ടം സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത ഹാച്ചറ്റ് സ്റ്റേക്ക്. ദി ഹെഡ് ഓഫ് ദി സ്റ്റേക്ക് ഈസ് സ്ട്രെയിറ്റ് ആണ്, ഷാർപ്പ് ആൻഡ് ടാപ്പേർഡ് ഓൺ വൺ സൈഡ്. ഇത് ഷാർപ്പാണ്, പിന്നെ സ്ട്രെയിറ്റും ആണ്. പക്ഷേ ഇതൊരു സൈഡ് മാത്രം ടാപ്പറാണ്, ഒരു സൈഡിലേക്ക് ടാപ്പറായിട്ടാണ് ഇതിൻ്റെ ഹോൺ ഭാഗം, ഹോൺ എന്ന് പറഞ്ഞാൽ ഹെഡ് ഭാഗം ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പ് ബെൻഡിങ് ഓഫ് മെറ്റൽ ഷീറ്റ്.
ഷാർപ്പായിട്ടുള്ള ബെൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹാച്ചറ്റ് സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെല്ലാം ഫിഗറിൽ കാണിച്ചിട്ട് സ്റ്റേക്ക് ബെൻഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, ഷീറ്റ് ബെൻഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സ്റ്റേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. മാലറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ബെൻഡ് ദി എഡ്ജ് ഓഫ് മെറ്റൽ ഷീറ്റ് ആൻഡ് ടു മേക്ക് ഹാൻഡ് മെയ്ഡ് ബോക്സ് ആൻഡ് പാന്. ഇത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ബോക്സുകളും പാനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എഡ്ജുകളെല്ലാം ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹാച്ചറ്റ് സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. ഹാഫ് മൂൺ സ്റ്റേക്ക്, ഹാഫ് മൂണാണ്, പകുതിയേ ഉള്ളൂ. അതിൻ്റെ ഹോൺ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് മൂൺസ് ഷേപ്പാണ് കാണിച്ചിരിക്കുന്നത്. ദി ഹെഡ് ഓഫ് ദിസ് സ്റ്റേക്ക് ഈസ് സെമി സർക്കുലർ, ഒരു സെമി സർക്കുലറാണത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഷാർപ്പ് എഡ്ജ്, ഇത് ഷാർപ്പ് എഡ്ജ് കൂടിയാണ്, സെമി സർക്കുലറും അതോടൊപ്പം തന്നെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഈ ഹാഫ് മൂൺ സ്റ്റേക്കിൻ്റെ ഹെഡ് ഭാഗം. ദി എഡ്ജ് ഈസ് ടേപ്പേർഡ് ഓൺ വൺ സൈഡ്, ഒരു വൺ സൈഡിലേക്ക് അത് ചെറിയൊരു ടാപ്പറിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലാൻസ് ഓൺ മെറ്റൽ ഡിസ്ക്. ഇത് നമ്മൾ മെറ്റലിലെല്ലാം നമ്മൾ ഫ്ലാപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് അരികൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്ന തരത്തിലുള്ള ഫ്ലാപ്പുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഫ് മൂൺ സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. ഒരു മാലറ്റ് ഉപയോഗിച്ചിട്ടാണ് അടിച്ച് നമ്മൾ. അടുത്ത സ്റ്റേക്സ് ഫണൽ സ്റ്റേക്കാണ്. One of its ends is semicircular and the other end is pointed. ഇതിൻ്റെ പ്രത്യേകത ഒരു എൻഡ് സെമി സർക്കുലറും അതർ എൻഡ് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഷേപ്പാണ്. ഒരു പ്രത്യേകതരം സ്റ്റേക്കാണ്. ദിസ് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് ഫോർ സീമിങ് ഫണലുകൾ, നമ്മൾ മണ്ണെണ്ണ ഒഴിക്കുന്ന ഫണൽ അല്ലെങ്കിൽ നാളങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അതുപോലെ സീമുകൾ ഷീറ്റ് ബെൻഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫണൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു സൈഡ് സെമി സർക്കുലറും അതർ എൻഡ് പോയിൻറ്റഡ് ഷേപ്പും. അതാണ് ഈ ഫണൽ സ്റ്റേക്ക്. ബീക്ക് ഓർ ബ്രിക്ക് അയൺ സ്റ്റേക്ക്. ദിസ് സ്റ്റേക്ക് ഹാസ് 2 ഹോൺ. ഇതിനും 2 ഹോണുണ്ട്. വൺ ഈസ് ടാപ്പേർഡ്, ഒന്ന് ടാപ്പേർഡ് ആണ്. ആൻഡ് അതർ ഈസ് റെക്റ്റാങ്കുലർ, ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 ഹോണിൽ ഒന്ന് ടാപ്പറാണ്, ഒന്ന് അതർ ആൻഡ് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ദി ടാപ്പർ എൻഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷാർപ്പ് ടാപ്പർ ഒബ്ജക്റ്റ് വേർ ആസ് സീമിങ്. ഇത് ഷാർപ്പായിട്ടുള്ള ടാപ്പർ ഒബ്ജക്റ്റ്, ഷാർപ്പായിട്ടുള്ള പോയിൻ്റൊക്കെ വരുന്ന ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാപ്പർ എൻഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതർ സൈഡ് റിവിറ്റിംഗ് ഈസ് ഡൺ വിത്ത് ഹെൽപ്പ് ഓഫ് റെക്റ്റാങ്കുലർ എൻഡ്. ഇത് റെക്റ്റാങ്കുലർ എൻഡ് നമ്മൾ റിവിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഈ ഹോണ് റിവിറ്റിങ്ങിന് മാത്രമാണ് റെക്റ്റാങ്കുലർ എൻഡ് യൂസ് ചെയ്യുന്നത്. മറ്റേത് ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീക്ക് ഓർ ബ്രിക്ക് അയൺ സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്രീസിംഗ് അയൺ. ദിസ് സ്റ്റേക്ക് ഓൾസോ ഹാസ് 2 ഹോൺ. ഇത് നേരത്തെ പോലെ തന്നെ 2 ഹോണുകളുണ്ട്. ബോത്ത് ഓഫ് ദി ഹോൺ ആർ റെക്റ്റാങ്കുലർ, രണ്ടും റെക്റ്റാങ്കുലർ ഷേപ്പാണ്. വൺ ഓഫ് ദിസ് ഹോൺ ഈസ് പ്ലെയിൻ ആണ്, ഒരു ഹോണ് പ്ലെയിൻ ആണ് ഒരു സൈഡ്. ആൻഡ് ദി അതർ ഹാസ് എ സീരീസ് ഓഫ് ഗ്രൂവ് സ്ലോട്ട്. അതർ എൻഡ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്ലോട്ടുകളാണ്, ഗ്രൂവ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സീരീസ് ഓഫ് ഗ്രൂവ് സ്ലോട്ട്, ചെറിയ ചെറിയ സ്ലോട്ടുകളാണ്. ദീസ് ഗ്രൂവ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസ്. ഇത് പല സൈസിലുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള ഗ്രൂവ്സുകളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ട്യൂബ്സ് ഫ്രം സ്മോൾ സൈസ് ഷീറ്റ്. ഇത് ചെറിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ട്യൂബുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഷീറ്റിനെ ട്യൂബ് രൂപത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രീസിംഗ് അയൺ സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കുറേ ഗ്രൂപ്പ്സിനകത്ത് ഷീറ്റ് അടിച്ച് ബെൻഡ് ചെയ്ത് ട്യൂബ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡിഫറെൻറ്റ് സൈസുള്ള ട്യൂബ് ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രീസിംഗ് അയൺ യൂസ് ചെയ്യുന്നത്.
അടുത്ത പ്ലാനിഷിംഗ് ആൻവിൽ. This is used to support the flat and flanged edges. It is working surface is polished. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൻവിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേക്കാണിത്. ഇതിൻ്റെ ഫ്ലാഞ്ച് ഇത് പുറത്തോട്ട് ഇതിൻ്റെ എഡ്ജസ് തള്ളി നിൽക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മളുണ്ടാക്കുന്ന വർക്കുകളുടെ ഫ്ലാഞ്ചഡ് എഡ്ജ് വരുന്ന ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനിഷിംഗ് ആൻവിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജുകളെല്ലാം ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ മാലറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാമേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ സോഫ്റ്റും ചെയ്തെടുക്കുകയാണ്. അടുത്ത് വുഡൻ ഫോമേഴ്സാണ്. ഷീറ്റ്സ് ആർ ബെൻഡ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക് ആസ് പെർ ദി ഡിസൈഡ് ജോബ്. ഒരു ജോബ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഷീറ്റിന് പല രീതിയിലും പല ഷേപ്പിലും നമുക്ക് ബെൻഡ് ചെയ്തെടുക്കേണ്ടി വരും. അത്തരത്തിൽ നമുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അതിന് ചിലപ്പോൾ അത്തരത്തിലുള്ള ടൂൾസ് അവൈലബിൾ അല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേക ഡിസൈനൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വുഡൻ ഫോംസ് നമ്മൾ ഈ ഷേപ്പിലോട്ട് ഫോം ചെയ്തെടുക്കുകയാണ്. വുഡിനെ വേണ്ട ആവശ്യത്തിലുള്ള ഡിസൈനിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ വുഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വുഡൻ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഷീറ്റിനെ ബെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ടൂളാണ്. സംടൈംസ് പ്രോപ്പർ ടൂൾസ് ആർ നോട്ട് അവൈലബിൾ ഫോർ സപ്പോർട്ടിങ് ദി എ ജോബ് ഡ്യൂറിങ് വർക്ക്. നമുക്ക് പ്രോപ്പറായ ടൂൾസ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനാണ്. ദാറ്റ്സ് വേ വുഡൻ ഫോംസ് ആർ മെയ്ഡ്. ഇത് വുഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. The forms are made of hardwood and are available in different shape. പല ഷേപ്പിലുള്ള ടൂളുകൾ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഡ്ജുകൾ ബെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വുഡൻ ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് പല ഷേപ്പിലും സൈസിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആവശ്യാനുസരണം ടൂൾസ് അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ടൂൾസിൻ്റെ ആവശ്യകത. ഹോളോയിങ് ടൂൾസ്. പഞ്ചസാണ് നമ്മൾ നോക്കുന്നത്. പഞ്ച് ഈസ് എ ഹാൻഡ് ടൂൾ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹോൾ ഇൻ തിൻ സെക്ഷൻ മെറ്റീരിയൽ. നമ്മൾ ഷീറ്റുകളെല്ലാം പഞ്ച് ചെയ്യാൻ, ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ച് യൂസ് ചെയ്യുന്നത്. തിന്നായിട്ടുള്ള സെക്ഷൻ, ചെറിയ സെക്ഷനിലുള്ള മെറ്റീരിയലെല്ലാം ചെറിയ രീതിയിലുള്ള ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പഞ്ച് യൂസ് ചെയ്യുന്നത്. ദീസ് പഞ്ച് ആർ യൂസ്ഡ് ഇൻ കോൾഡ് കണ്ടീഷൻ സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് കോൾഡ് പഞ്ചസ്. ഇതിനെ കോൾഡ് പഞ്ചസ് എന്ന് കൂടി പറയുന്നത്. ഒരു കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന ഈ പഞ്ചിന് കോൾഡ് പഞ്ചസ് എന്നാണ് പറയുന്നത്. പഞ്ചസ് ആർ മെയ്ഡ് ഓഫ് എ ഹൈ കാർബൺ സ്റ്റീൽ ഓർ എ ടൂൾ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീലോ അല്ലെങ്കിൽ ടൂൾ സ്റ്റീലോ ഉപയോഗിച്ചിട്ടാണ് ഈ പഞ്ച് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദേ ആർ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ്. ഇത് ഹാർഡൻഡ് ആണ്, ടെമ്പേർഡും ആണ്. പഞ്ചസ് ആർ സ്പെസിഫൈഡ് ബൈ ദെയർ ഡയമീറ്റർ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ഈ പഞ്ചിൻ്റെ ഡയമീറ്റർ നോക്കിയിട്ടാണ് സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഫസ്റ്റത്തെ സോളിഡ് പഞ്ചാണ്. ദിസ് പഞ്ച് ആർ സോളിഡ് ഇൻ ദി ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ സോളിഡാണ്. കട്ടിംഗ് എഡ്ജ് ഈസ് ഫോംഡ് ബൈ ദി ഗ്രൈൻഡിങ് ഫേസ് ആൻഡ് ഡയമീറ്റർ. ഇതിൻ്റെ കട്ടിംഗ് എഡ്ജ് നമുക്കൊരു ടേപ്പറാണ്. അതോടൊപ്പം തന്നെ ഗ്രൈൻഡിങ് ഫേസ്, ഇതിൻ്റെ എഡ്ജ് ഭാഗം ഗ്രൈൻഡ് ചെയ്ത് ഫ്ലാറ്റാക്കി കഴിഞ്ഞാൽ ഇതൊരു ഡയമീറ്ററാണ് നമുക്ക് പഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്ത് ഹോളോ പഞ്ചസ് ആണ്. ദീസ് പഞ്ചസ് ആർ ഹോളോ ഇൻ ക്രോസ് സെക്ഷൻ. നേരത്തെ സോളിഡ് ആണെങ്കിൽ ഇത് ഹോളോ ആണ്. ഇതിനകത്ത് ഉള്ളു പൊള്ളയായിട്ടുള്ള ഭാഗമാണിത്. അത് ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഹോളോ ആയിട്ടുള്ള പഞ്ചാണിത്. കട്ടിംഗ് എഡ്ജസ് ഫോംഡ് ബൈ ഗ്രൈൻഡിങ് ദി എൻഡ് ഡയമീറ്റർ അറ്റ് ആൻ ആംഗിൾ. ഇതിൻ്റെ എൻഡിലുള്ള ഡയമീറ്റർ, അതാണ് നമുക്ക് കിട്ടുന്ന ആംഗിൾ. അത് ആംഗിൾ ഷേപ്പിൽ ഗ്രൈൻഡ് എടുത്തിരിക്കുകയാണ്. ആംഗിൾ ഷേപ്പിൽ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിപ്പ് ഇതിനകത്ത് കൂടെ പുറത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഹോൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് കട്ട് ചെയ്തുള്ള
ചിപ്പുകൾ പുറത്തോട്ട് തള്ളുന്നത്. അടുത്ത് ഹാൻഡ് ലിവർ പഞ്ച്. ഇനി ഹാൻഡ് ലിവർ ഉപയോഗിച്ചിട്ട് നമുക്ക് പഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി സോളിഡ് പഞ്ച്. ഒരു സോളിഡ് പഞ്ചാണ്. കൺസിസ്റ്റ് ഓഫ് എ പഞ്ച് ആൻഡ് എ ഡൈ. പഞ്ചും ഒരു ഡൈയും കൂടി ഉണ്ടാവും ഇതിനകത്ത്. പഞ്ച് ഈസ് ഫിക്സ്ഡ് ഓൺ അപ്പർ ലിവർ ആൻഡ് ഡൈ ഓൺ ലോവർ ലിവർ. ഒന്ന് മുകൾ വശത്താണെങ്കിൽ ഒന്ന് താഴ്വശത്തായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ഒന്ന് പഞ്ചും ഒന്ന് ഡൈയും മുകൾ വശത്തും ഒന്ന് താഴ്വശത്തായിട്ടായിരിക്കും. ഇത് പഞ്ചിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ്. മെറ്റൽ ഷീറ്റ് മെറ്റൽ വർക്ക് പീസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പഞ്ച് ആൻഡ് ഡൈ ആൻഡ് ഹോൾ ഈസ് കട്ട് ബൈ പ്രസ്സിങ് ഹാൻഡ് ലിവേഴ്സ്. ഇതിനൊരു ഹാൻഡ് ലിവർ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് മെറ്റൽ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പഞ്ചും ഡൈയും കൂടി പ്രസ് ഇതിന് ഹാൻഡ് ലിവർ ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഹോൾ പ്രൊഡ്യൂസ് ആവുന്നത്. അത് നോക്കാം. അതിലാദ്യത്തെ തിന്നേഴ്സ് ആൻഡ് പഞ്ച്. ടിന്നർ പഞ്ച് നോക്കാം. പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ പഞ്ചിങ് ദി ഹോൾ അപ് ടു 6 mm ഡയ. ഇതിൽ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 mm ഡയ മാത്രമേ നമുക്ക് ഹോള് ഷീറ്റിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത് അയൺ ഹാൻഡ് പഞ്ചാണ്. അയൺ ഹാൻഡ് പഞ്ച് ഈസ് ഹെവി ഡ്യൂട്ടി പഞ്ച്. ഇതിന് പറയുന്നത് ഹെവി ഡ്യൂട്ടി പഞ്ചും കൂടിയാണ്. വിച്ച് ക്യാൻ പഞ്ച് ഹോൾ അപ് ടു 12 mm ഡയ ഇൻ തിൻ ഷീറ്റിലെല്ലാം 12 mm ഡയമീറ്റർ വരെ ഹോള് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പഞ്ച് ചെയ്യാൻ ഈ അയൺ ഹാൻഡ് പഞ്ച് ഉപയോഗിക്കാം. അടുത്ത് ഗ്രൂവേഴ്സാണ്. ദി ഗ്രൂവേഴ്സ് ഹാൻഡ് ഗ്രൂവറാണത്. ഹാൻഡ് ഗ്രൂവർ ഈസ് യൂസ്ഡ് ടു ഫോമിങ് എ ഗ്രൂവ് പ്രൊഡ്യൂസ് ചെയ്യാണ് ആൻഡ് ഫ്ലാറ്റൻ എ സീം ടു മോർ ഗ്രിപ്പ് ആൻഡ് അപ്പിയറൻസ്. ഇപ്പോൾ ഒരു ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഗ്രൂവ് അടിച്ചുണ്ടാക്കണം. ജോയിൻറ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി സീമിങ് കാരണം ജോയിൻ്റാണ്. ജോയിൻറ്റ് ചെയ്യുന്നതിന് അതിന് കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കൂടെ കാണുന്ന നല്ല അപ്പിയറൻസ് കിട്ടും. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹാർഡൻഡ് പീസ് ഓഫ് സ്റ്റീൽ വിത്ത് എ ഗ്രൂവ് അലോങ് ദി ഫേസ്. ഇതിൻ്റെ ഫേസ് നോക്കിയാൽ ത്രൂ ഔട്ട് ഒരു ഗ്രൂവ് ഉണ്ട്. അലോങ് ഇതിൻ്റെ ഫേസ് ഭാഗത്ത് ഫുള്ളായിട്ടൊരു ഗ്രൂവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ് എ വെർട്ടിക്കൽ ബാക്ക് ടു ഹോൾഡ്. ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലായിട്ടൊരു ബാക്ക് സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് സ്ട്രൈക്ക് വിത്ത് എ ഹാമർ. ഈ ഭാഗത്ത് നമ്മൾ ഹാമർ ഉപയോഗിച്ചാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. നല്ല അടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജോയിൻറ്റിൽ വെച്ച് അടിക്കുമ്പോൾ അവിടെ പ്രത്യേക തരം ഗ്രൂവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതോടൊപ്പം ലോക്കിംഗ് ഒരു ഗ്രിപ്പായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജോയിൻ്റ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് ഗ്രൂവർ യൂസ് ചെയ്യുന്നത്. അടുത്ത് റിവിറ്റ് സെറ്റാണ്. നമുക്ക് കണ്ടിട്ടുണ്ടാകും റിവിറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനിൽ അലുമിനിയത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജോയിൻറ്റിൽ നമുക്ക് പ്രസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് നിർത്തുന്നതാണ്. റിവിറ്റ് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ഹാർഡൻഡ് സ്റ്റീൽ ടൂൾ വിത്ത് എ ഹോളോ ഇൻ വൺ എൻഡ്. ഒരു എൻഡ് ഹോളോ എൻഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷേപ്പ് ദി എൻഡ് ഓഫ് റിവിറ്റ് ഇൻ ടു റൗണ്ട് ആൻഡ് സ്മൂത്ത് ഹെഡ്. നമുക്കതിന് സാധാരണ ഒരു പിൻ ടൈപ്പുള്ള റിവിറ്റ് സെറ്റാണത്. ഇതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഈ ഇതിൽ കാണിച്ചുള്ള പിന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഹോള് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിലോട്ടാണ് റിവിറ്റ് ഗണ്ണ് ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നത്. കാണിച്ചുള്ള ഗണ്ണ് ഉപയോഗിച്ച് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ റിവിറ്റ് ചെയ്ത് ജോയിൻറ്റുകളെല്ലാം സ്ട്രോങ് ആക്കുന്നതിന്. അതിന് വേണ്ടിയിട്ടാണ് റിവിറ്റ് സെറ്റാണ്. താങ്ക് യു.